ഈ ഗുരുവായൂരപ്പ ശരണം. നാരായണ നാരായണ നാരായണ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം ഏകാദശസ്കന്ധം 21-ാമത്തെ അധ്യായം 18-ാമത്തെ ശ്ലോകം. യതോ യതോ നിവർത്തേത വിമുച്യേത തതസ്തഥാ ഏഷ ധർമ്മോ നൃണാം ക്ഷേമ ശോകമോഹഭയാപഹ. അശുദ്ധമായ ഏതേതിൽ നിന്ന് നിവർത്തിക്കുന്നുവോ അതതുമായുള്ള ബന്ധം അപ്പോൾ തന്നെ നശിക്കുന്നു. ഈ ധർമ്മം മനുഷ്യർക്ക് ഏറ്റവും ക്ഷേമകരവും ശോകം, മോഹം, ഭയം ഇവയെ ഇല്ലാതാക്കുന്നതുമാണ്. അതായത് ദൃഷ്ടിം തഥാ പ്രതിനിവൃത്യ. എവിടെയാണോ മനസ്സ് ചെന്ന് ഉടക്കുന്നത്, വിഷയങ്ങളിൽ ആകൃഷ്ടനാകുന്നത്, അവിടെ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിച്ച് ക്ഷേമമാർഗത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. അപ്പോൾ ശോകവും മോഹവും ഭയവും ഇല്ലാതെയാവും. യതോ യതോ നിവർത്തേത. എവിടെ നിന്നാണോ മനസ്സിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്, വിമുച്യേത തതഹ തതഹ, അവിടെ നിന്നും തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിനെ സാത്വികധർമ്മം എന്ന് പറയാം, നിവൃത്തി മാർഗം എന്ന് പറയാം. ഏഷധർമ്മ, ഇങ്ങനെ ചെയ്യുന്ന വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ ഒഴിവാക്കുക എന്ന ഈ ധർമ്മം ഉണ്ടല്ലോ, അത് നൃണാം ക്ഷേമ, മനുഷ്യർക്ക് ക്ഷേമമായിട്ട് വരും. ശോകമോഹ ഭയ അപഹ. ശോകമോഹ ഭയം 3 ദുഃഖങ്ങളാണ്. അതേപോലെ 3 ആധികൾ, ഷഡ്വൈരി, ഷഡൂർമി, ഷഡ് അരി, ഇതൊക്കെ ഇല്ലാണ്ടാവും. പഞ്ചക്ലേശം, സപ്തവ്യസനം, ഇതൊക്കെ ഇല്ലാണ്ടാവും എന്ന് പറയുകയാണ്. വിഷയേഷു ഗുണധ്യാനാത്, വിഷയേഷു ഗുണാധ്യാസാത് പുംസ സംഗസ്തതോ ഭവേത്. സംഗാത് തത്ര ഭവേത് കാമ, കാമാത് ഏവ കലിർനൃണാം. വിഷയങ്ങളിൽ ഗുണമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്നതായിട്ടുള്ള മനുഷ്യർക്ക് അതുമായിട്ടുള്ള സംഘം കൊണ്ട് അതിനോട് ആസക്തി ഉണ്ടാവണം, വിഷയങ്ങളിലോട് ആസക്തി ഉണ്ടാവണം. ഈ ആസക്തി കാരണം അതിനോട് ആഗ്രഹം, കാമം, എന്നിട്ട് വേണം അത് പണിയെടുത്ത് നേടാനായിട്ട്. അപ്പോഴേ കർമ്മം വരൂ. അപ്പോൾ ഈ കാമം അതിന് പ്രതിബന്ധമാകണു. എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് അത് നടക്കാതെ വരും. അപ്പോൾ ക്രോധം ഉണ്ടാവും. ക്രോധം ഉണ്ടായാൽ പിന്നെ കലഹമായി, ദ്വേഷമായി എന്നും പറയണ്ട. അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ മോശമാണ്. ഗീതയിൽ പറഞ്ഞ പോലെ ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമ, കാമാത് ക്രോധോഭിജായതേ. വിഷയങ്ങളെ മാത്രം ധ്യാനിക്കുന്നതായിട്ടുള്ളൊരു ജീവൻ അതിൻ്റെ സംഘം കൊണ്ട് അത് വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു തവണ അനുഭവിച്ചാലേ വേണമെന്ന് തോന്നുള്ളൂ. അപ്പോഴാണ് കാമം, അത് കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുക. അത് കിട്ടിയില്ല വെച്ചാൽ ക്രോധം ഉണ്ടാവും. അപ്പം അതിനെ മറികടക്കുകയാണ് വേണ്ടത് എന്ന് സാരം. അതിനാണ് ദൃഷ്ടിം തഥാ പ്രതിനിവൃത്യ. കലേർ ദുർവിഷഃ ക്രോധഃ തസ്മാത് കലേർ ദുർവിഷഃ ക്രോധഃ തമഃ തം അനുവർത്തതേ. തമസാ ഗ്രസ്യതേ പുംസഃ ചേതന വ്യാപിനി ദ്രുതം. പുരുഷന്, ഈ ജീവന് ഇതേപോലെയുള്ള കലിയിൽ നിന്നും സഹിക്കാൻ കഴിയാത്തതായിട്ടുള്ള ക്രോധം ഉണ്ടാകണം. കാമം സാധിക്കാതെ വരുമ്പോഴുള്ള ശുണ്ഠി ഉണ്ടല്ലോ, അതൊരു കലിയാണ്. അപ്പോൾ അതിൽ നിന്നാണ് ക്രോധം ഉണ്ടാവുക. ഈ ക്രോധം അങ്ങോട്ട് കൂടി കൂടി വരുമ്പോൾ അത് തമോ ഗുണമാണല്ലോ. അപ്പോൾ അത് ബുദ്ധിയിൽ ഈ തമോ ഗുണം പ്രാപിച്ചിട്ട് ആലോചിക്കാനുള്ള ശക്തിയും കൂടി ഇല്ലാതെ കണ്ട്, ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യാൻ പറ്റാതെ കണ്ട് ബുദ്ധിശൂന്യനായിട്ട് മാറുന്നു. തയാ വിരഹിത സാധോ ജന്തു ശൂന്യായ കൽപ്പതേ തതോ അസ്യ സ്വാർത്ഥ വിഭ്രംശോ മൂർച്ഛിതസ്യ മൃതസ്യ ച. അല്ലയോ അർജുന, അല്ലയോ ഉദ്ധവ, ന്യായം അന്യായം ഇത് തിരിച്ചറിയാനുള്ള ഈ വിശകലന ബുദ്ധി നശിക്കുമ്പോൾ ഈ ജീവന് അധപ്പതനം സംഭവിക്കുന്നു. അതുകൊണ്ട് ഈ ജീവൻ മരിച്ചവന് തുല്യനായിട്ട്, മോഹാലസ്യപ്പെട്ടവന് തുല്യനായിട്ട് ജീവിക്കുന്നില്ല. ആ മട്ടാവും. ഇവന് പിന്നെ എങ്ങനെയാണ് പുരുഷാർത്ഥങ്ങളൊക്കെ സാധിക്കുക? പണി തന്നെ എടുക്കാൻ പറ്റില്ല. എല്ലാം നശിച്ചു എന്ന മോഹിതനായിട്ട് ഇങ്ങനെ ജീവിക്കുക, ഉണ്ണുക, ഉറങ്ങുക, വേറെ ഒരു പണിയില്ല, ആ മട്ടാവും.
വിഷയാഭിനിവേശേന നാത്മാനം വേദ നാപരം വൃക്ഷജീവികയാ ജീവൻ വ്യർത്ഥം ഭസ്ത്രേവയ ശ്വസൻ. വിഷയസുഖങ്ങളിലുള്ളതായിട്ടുള്ള ഈ അത്യാസക്തി കൊണ്ട് ഒരാൾ തൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ചൈതന്യത്തെ, അന്യമായിട്ടുള്ള ജഡപദാർത്ഥങ്ങളെ ഒന്നും അറിയണില്ല. ഈശ്വരൻ എന്താണ്, ഈ പ്രകൃതിയിലുള്ള ജഡമായിട്ടുള്ള അല്ലെങ്കിൽ മിഥ്യയായിട്ടുള്ള ഈ വിഷയാദികൾ അതെന്താ, അത് അറിയണില്ല. രണ്ടും വിവേചിച്ചറിയാൻ സാധിക്കണില്ല. വൃക്ഷങ്ങളെപ്പോലെ ഇവനും ജീവിക്കുക, വിശേഷ ബുദ്ധിയില്ലാതെ. ഇപ്പോൾ കൊല്ലൻ്റെ ഈ തോൽത്തുരുത്ത് അങ്ങനെ കാറ്റിങ്ങനെ ഊതി ഊതി ഉണ്ടാക്കും. അതേപോലെ ഈ കരുവാൻ്റെ അവിടെ ആലയിൽ ഒരു ഒലോക്ക് പറഞ്ഞൊരു സാധനമുണ്ട്, അതിങ്ങനെ കാറ്റുണ്ടാക്കും. അപ്പോൾ അത് ശ്വാസം ഇങ്ങനെ വലിക്കുക വിടുക, വലിക്കുക വിടുക. നമ്മളും അതേപോലെ ശ്വാസം വലിച്ചു വിടുന്ന ഒരു യന്ത്രമായിട്ട് മാറി. ജീവിക്കുന്നതിനൊരർത്ഥമില്ല എന്ന് സാരം. ഫലശ്രുതിഹി ഇയം നൃണാം ന ശ്രേയോ രോചനം പരം ശ്രേയോ വിവക്ഷയാ പ്രോക്തം യഥാ ഭൈഷജ്യരോചനം. യാഗകർമ്മങ്ങൾ, വേദം വിരിച്ചതായിട്ടുള്ള മറ്റ് പൂജ, യജ്ഞം തുടങ്ങിയിട്ടുള്ള സകലതും അതൊക്കെ നടത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തിലുള്ള ഫലങ്ങളൊക്കെ കിട്ടും എന്ന് വേദത്തിലൊരു ഫലശ്രുതിയുണ്ട്. അത് വേദം അനുസരിച്ച് ജീവിക്കാനുള്ള, പ്രവർത്തിക്കാനുള്ള ഒരു രുചി, അങ്ങനെ ഒരു ന്യായം പറഞ്ഞതാ. അപ്പോൾ എന്തായി, ഈ ഫലത്തിലായി ആകർഷണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേദത്തിൽ ഒരു ആകർഷണം ഉണ്ടാക്കാനാണ് പറഞ്ഞത്, അല്ലാണ്ട് ഈ ഫലത്തിൽ ആകർഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാനതിൽ പറഞ്ഞത്. ഭഗവാൻ പറയാം ഉദ്ധവനോടെ, അതായത് ഈ മനുഷ്യരെ അതിൽ താല്പര്യമുള്ളവരാക്കിയിട്ട് വേദകർമ്മത്തിൽ വേദം വിധിച്ച രീതിയിൽ ജീവിക്കണമെന്ന് താല്പര്യമുണ്ടാക്കിയിട്ട് ക്രമേണ നിഷ്കാമകർമ്മം ചെയ്യിച്ച് ഈ സ്വർഗാദി സുഖങ്ങളിൽ നിന്നും നിവർത്തിക്കാനായിക്കൊണ്ട് ഞാൻ വേദവിധി പറഞ്ഞതാണ്. പിന്നെ അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ്, ഈ രോഗിയായിട്ടുള്ളൊരു കുട്ടിക്ക് മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കൽക്കണ്ടം തരാം എന്ന് പറഞ്ഞാൽ അത് കൽക്കണ്ടം കിട്ടാൻ വേണ്ടിയിട്ട് ആ കയ്പുള്ള ചവർപ്പുള്ള മരുന്ന് കഴിക്കും. അപ്പോൾ ഈ അച്ഛൻ്റെ അല്ലെങ്കിൽ ഈ വൈദ്യരുടെ ആവശ്യം ഈ കൽക്കണ്ടം കഴിപ്പിക്കലല്ലോ, ഉണ്ണിയുടെ രോഗം മാറലല്ലേ. ആ കൂട്ടത്തിലാണ് വേദത്തിൽ പറഞ്ഞതായിട്ടുള്ള ഈ ഫലശ്രുതി, അത് പരമശ്രേയസ്സായിട്ടുള്ള മുക്തി ലഭിക്കണം എന്നുള്ള മനോവിചാരത്തോടു കൂടിയിട്ട് വേദവിധിയെ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞു. ഉൽപ്പത്യൈവ ഹി കാമേഷു പ്രാണേഷു സ്വജനേഷു ച ആസക്തമനസോ മർത്യ ആത്മനോ അനർത്ഥഹേതുഷു. മനുഷ്യർക്ക് ജനനം മുതൽക്ക് തന്നെ അനർത്ഥകരമായിട്ടുള്ള വിഷയസുഖങ്ങളിലും ഈ ശരീരം, ഇന്ദ്രിയം ഇതിനെ പോഷിപ്പിക്കുന്നതിലും അച്ഛൻ, അമ്മ, ഗുരു, സ്വജനങ്ങൾ, സഹോദരങ്ങൾ എന്നും പറയണ്ട, അവരോടുള്ള ഒരു ബന്ധം അതിങ്ങനെ ആസക്തിയായിട്ട് വർദ്ധിച്ചു വരണു. ഈ ആസക്തി വർദ്ധിക്കും തോറും അനർത്ഥം സംഭവിക്കണം. അതല്ലാതെ കണ്ട് അത് ശാശ്വതമായിട്ടുള്ള ഒരു തൃപ്തി ഉണ്ടാക്കി തരില്ല. 24-ാമത്തെ ശ്ലോകം വളരെ പ്രധാനമാണ്. താൻ അവിദുഷ സ്വാർത്ഥം ഭ്രാമ്യതോ വൃജിനാധ്വനി കഥം യുഞ്ജാൽ പുനസ്തേഷു താൻ തമോ വിശദോ ബുധ. തനിക്ക് ഗുണകരമായിട്ടുള്ള ശ്രേയോമാർഗം എന്താണ് എന്ന് അറിയാതിരിക്കുന്നവരും ദുഃഖമാർഗത്തിൽ പ്രവേശിച്ച് ഭ്രമിച്ചു കൊണ്ടിരിക്കുന്നവരും അന്ധകാരത്തിൽ വീണുകിടക്കുന്നതായിട്ടുള്ളവരും ദുഃഖനിവൃത്തി ഉണ്ടാകാനുള്ള വഴി എന്ത് എന്ന് ഭഗവാനോട്, ഗുരുക്കന്മാരോട് നമസ്കരിച്ച് ചോദിക്കുന്നവരായിട്ടുള്ള ഓരോ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും വീണ്ടും വീണ്ടും അതേ മാർഗത്തിലേക്ക് തന്നെ, കർമ്മമാർഗത്തിലേക്ക് തന്നെ തിരിച്ചു വിടുന്നു. അങ്ങനെയുള്ള കാര്യം ബുദ്ധിമാനും വിശ്വസിക്കാനും കൊള്ളാവുന്നതുമായ ഒരു മനുഷ്യന് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ നമസ്കരിക്കുക എന്ന ഈ ഒരു ഭാവമുണ്ടായിട്ടും ഭഗവാൻ എന്ത് ചെയ്തില്ല? ഈ ഗുരുസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അതല്ല വേണ്ടത് എന്ന് പറയാണ്. നമസ്കരിക്കുക എന്നുള്ളതിൻ്റെ സാരം എന്താ? ആത്മനിവേദനം ചെയ്യുക എന്ന സാര. ഇപ്പോൾ അവിടെ നമസ്കരിക്കുകയല്ല വേണ്ടത് എന്നല്ല പറഞ്ഞതേ, നമസ്കരിക്കുന്നതിൻ്റെ ലക്ഷ്യം മാറി എന്നാണ് പറഞ്ഞത്. ആത്മനിവേദനം എന്ന ഭാവത്തിലാണ് നമസ്കാരമെങ്കിൽ
അത് ഫലവത്താണ്, അതല്ലെങ്കിൽ അത് ഫലവത്തല്ല. ഏവം വ്യവസിതം കേചിത് അവിജ്ഞായ കുബുദ്ധയ ഫലശ്രുതിം കുസുമിതാം ന വേദജ്ഞോ വദന്തി. ഇപ്പോൾ ബുദ്ധിയില്ലാത്ത ആളുകൾ ഈ സസ്യജാലങ്ങളിലുണ്ടാകുന്ന പൂക്കളാണ് കേമം എന്ന് തെറ്റിദ്ധരിക്കുക. നമുക്ക് പൂവാണോ വേണ്ടത്? പൂ ഉണ്ടായതിൻ്റെ ശേഷം അതിൽ നിന്നുള്ള കായ, ഫലം, പഴം ഇതല്ലേ നമുക്ക് വേണ്ടത്? ഇങ്ങനെ ആന്തരികമായിട്ടുള്ള അർത്ഥം ഗ്രഹിക്കാതെ കണ്ട് ചില ബുദ്ധികൾ അത് സന്തോഷം തരുന്നതാണ് എന്ന് തോന്നിക്കുന്ന പോലെ ഫലശ്രുതി കേട്ട് അതാണ് പരമഫലം എന്ന് വ്യാഖ്യാനിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ മുക്തിയാണ് ലക്ഷ്യമാക്കേണ്ടത്. വൃക്ഷം നട്ട് നനച്ച് വളർത്തുന്നത് അതിൽ നിന്നും ഫലം ലഭിക്കാനാണ്, അല്ലാണ്ട് അതിനു മുമ്പ് ഉണ്ടാവുന്ന ഈ പൂവിലല്ല. അത് തളിരിടും, പുഷ്പിക്കും. അപ്പോൾ ഈ അന്തിമ ലക്ഷ്യം പൂവാണെന്ന് തെറ്റിദ്ധരിച്ച തെറ്റായി എന്നർത്ഥം. അതാണ് അതറിഞ്ഞവർ പൂവ് കൊണ്ട് തൃപ്തിപ്പെടുന്നു. അത് മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ വെച്ചാൽ അത് അറിഞ്ഞവർ പരമപുരുഷാർത്ഥം സാധിക്കാനുള്ള വേദങ്ങളെ സ്വർഗാദി സുഖങ്ങൾ കിട്ടാനുള്ളതാണ് എന്നുള്ള ഫലശ്രുതിയെ പറയില്ല, ആവശ്യപ്പെടില്ല. കാമിന കൃപണാലുബ്ധ പുഷ്പേഷു ഫലബുദ്ധയ അഗ്നിമുഗ്ധ ധൂമതാന്ത സ്വം ലോകം ന വിദന്തിതേ. വിഷയസുഖങ്ങൾ ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച് ദുഃഖിക്കുന്നവർ, അതിൽ തൃപ്തരാകാത്ത കൃപണന്മാർ, ലുബ്ധന്മാർ വൃക്ഷത്തിലെ ഈ പുഷ്പങ്ങൾ കണ്ടിട്ട് ഫലം ഇതാണ് എന്ന് വിചാരിക്കുക. അതുപോലെ സ്വർഗാദിപ്രാപ്തി പരമപുരുഷാർത്ഥമാണ് എന്ന് തെറ്റിദ്ധരിച്ച് അതിനു വേണ്ടിയിട്ട് അഗ്നിഹോത്രം, യാഗകർമ്മങ്ങൾ, ശ്രാദ്ധം തുടങ്ങിയൊക്കെ ചെയ്തിട്ട് കർമ്മത്തിൽ ഒരു വല്ലാത്ത ആസക്തി ഉണ്ടാക്കി വിവേകമില്ലാതെ കണ്ട് അത് ചെയ്ത് അവസാനത്തിൽ പുനരാവർത്തി വീണ്ടും വീണ്ടും ജനിക്കുക മരിക്കുക എന്നുള്ള ഈ ധൂമമാർഗം എന്നുള്ളത് പിതൃലോകം വരെ എന്നുള്ള അർത്ഥമാണ്. അങ്ങനെ മേപ്പെട്ടും കീഴ്പ്പെട്ടുമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുക ജീവനെ. ഇങ്ങനെ ജനിച്ചും മരിച്ചും സംസാരം ഭുജിച്ച് ഈ കൽപ്പം കഴിയുന്നവരെ ഇങ്ങനെ വേണ്ടി വരുന്ന ആത്മസുഖത്തെ അറിയാൻ സാധിക്കില്ല. ന തേ മാം അംഗ ജാനന്തി ഹൃദയസ്ഥം യ ഇതം യഥാ ഉക്തശസ്ത്ര ഹി അസുതൃപോ യഥാ നീഹാരചക്ഷുഷ. അല്ലയോ ഉദ്ധവ, ഇപ്രകാരം കർമ്മമാർഗമാകുന്ന സാധനയോടുകൂടിയിരുന്ന് പ്രാണാദികളെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ട് കാലം കഴിക്കുന്നവരായിട്ടുള്ള അവർ ഇരുട്ടിൽ തുറന്നു വെച്ചുള്ള കണ്ണുകൾ ഉള്ളവരെ പോലെയാണ്. അപ്പോൾ ഒന്നും കാണില്ല. കണ്ണ് തുറന്നിരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കാണാനില്ല. ഇരുട്ടാകുമ്പോൾ എങ്ങനെ അടുത്തുള്ളതും കൂടി കാണില്ല. അതുപോലെ അവരുടെ ഹൃദയത്തിലിരിക്കുന്നതായിട്ടുള്ള ഈ സാക്ഷിയായിട്ടുള്ള ഭഗവാനെ ആര് കാണുന്നു? ഈ ജഗത്ത് ആരിൽ നിന്നാണോ ഉണ്ടായത്, ആരിലാണോ നിലനിൽക്കുന്നത്, ആരിലാണോ ലയിക്കുന്നത്, ആ ഭഗവാനെ ഇവരറിയുന്നില്ല. ആ എന്നെ ഇവരറിയണില്ല ഉദ്ധവ. തേ മേ മതം അവിജ്ഞായ പരോക്ഷം വിഷയാത്മക ഹിംസായാം യതി രാഗസ്യാദ്യജ്ഞയേവ ന ചോദന. വിഷയത്തിൽ ആശയമുള്ളവരായിട്ട് പരോക്ഷമായിരിക്കുന്ന എൻ്റെ അഭിപ്രായം എന്താണ് എന്നറിയാതെ കണ്ട്, അതായത് വേദങ്ങളിൽ ഞാൻ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ സാരത്തെ അറിയാതെ കണ്ട് യാഗകർമ്മങ്ങൾ ചെയ്യുക. യാഗത്തിൻ്റെ താല്പര്യം ഹിംസയാണ് എന്ന് തെറ്റിദ്ധരിച്ച് മൃഗങ്ങളെ കൊല്ലുക. ഹിംസയും മാംസഭക്ഷണവും യാഗം പ്രേരിപ്പിക്കുന്നില്ല. അതാണ് വേണ്ടത് വെച്ചാൽ അതിന് എന്തിനാണ് യാഗം ചെയ്യണത്? അതല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റില്ലേ? ഇപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത് എന്താ? വേദം വിധിച്ചതനുസരിച്ച് ഈ ജീവനെ മുക്തി കൊടുത്ത് അതിനുള്ള ചില മാർഗങ്ങളുണ്ട് വേദത്തിലെ. അത് ചെയ്തിട്ട് വേണം ആലംബനം എന്ന ക്രിയയോട് കൂടിയിട്ട് ഈ മൃഗത്തെ ഹിംസിക്കാനായിട്ട്. വേദവിധികളുടെ സാരത്തെ അറിയാതെ കണ്ട് ഹിംസിക്കണം, മാംസം ഭക്ഷിക്കണം, അന്യ ശരീരം കൊണ്ട് തൻ്റെ ശരീരത്തെ പോഷിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുടെ ഹിംസവാസന നശിപ്പിക്കാനാണ് യാഗം ചെയ്യുവിൻ എന്ന് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ലക്ഷ്യം ഇതാണ്. ഈ ജീവനെ മുക്തി കൊടുത്ത് ആലംബന പ്രക്രിയയെ കൊണ്ട് മൂക്കും വായൊക്കെ കടപ്പിച്ച് ബ്രഹ്മരന്ധ്രം പൊട്ടിച്ച് ആ ജീവനെ മുക്തിയിലേക്ക് എത്തിക്കുക ചെയ്യുക. അതിലൂടെ അവരുടെ ഈ വാസനകൾ തീരെ ഇല്ലാണ്ടാവും. അപ്പോൾ അതിലൊരു ലേശം മാംസം കഴിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ കിട്ടും. പാമ്പ് കടിച്ചു വെച്ചാൽ പാമ്പിൻ്റെ തന്നെ വിഷം കൊണ്ടാണ് അത്രേ വിഷം ഇല്ലാണ്ടേക്കുക.
അപ്പോൾ അതേപോലുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ ഇതിനെ ഉപയോഗിച്ചത്, അത്രയേ ഉള്ളൂ. ഇതാണ് ഭഗവാന്റെ വാക്കേ. ഹിംസാവിഹാരോ ഹ്യാലബ്ധൈ പശുഭി സ്വസുഖേച്ഛയാ യജന്തേ ദേവതാ യജ്ഞൈ പിതൃഭൂതപതീൻ കലാ. അവരവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് പ്രാണികളെ ഹിംസിച്ച് സന്തോഷിക്കുന്നതായിട്ടുള്ള കരുണയില്ലാത്തതായിട്ടുള്ള ഈ ദുഷ്ടന്മാർ ബ്രാഹ്മണരാ പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ രാജാക്കന്മാരാ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവർ ഈ യാഗാദികൾ കൊണ്ട് ദേവതമാരെയും പിതൃക്കളെയും ഭൂതാദി അല്ലെങ്കിൽ ഭൂതപതിമാരെയും ആരാധിക്കുകയാണ്. അവർ തൃപ്തരാകുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. പക്ഷേ അവർക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫലം കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അവർ കൊടുക്കുകയും ചെയ്യും. സ്വപ്നോപമം അമും ലോകം അസന്തം ശ്രവണപ്രിയം ആശിഷോ ഹൃദി സങ്കല്പ്യ ത്യജന്തി അർത്ഥാൻ യഥാവണിക്ക്. സ്വപ്നത്തിന് തുല്യവും കേൾക്കാൻ വളരെ സുഖമുള്ളതുമായ ഈ പരലോകത്തെ, അതായത് സ്വർഗസുഖങ്ങളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട്, ഇപ്പോൾ കച്ചവടക്കാരെങ്ങനെയാ വെച്ചാൽ കുറേ കച്ചവടം ചെയ്താൽ കുറച്ച് ലാഭമൊക്കെ കിട്ടും, അതും കൂടി ഈ കച്ചവടത്തിൽ തന്നെ ഇറക്കും. എന്നിട്ട് എല്ലാം കൂടി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. കച്ചവടത്തിൽ ചില ലാഭനഷ്ടങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നഷ്ടം ഒന്നിച്ച് വരാറുണ്ട്. അങ്ങനെ മുഴുവൻ നശിപ്പിക്കുന്ന പോലെ ഒരു അവസ്ഥയിലെത്തുന്ന. ഇപ്പോൾ സ്വർഗത്തിൽ ചെന്നിട്ട് ദേവസ്ത്രീകളോടൊപ്പം ഇന്ദ്രൻ്റെ ഉദ്യാനത്തിൽ രമിക്കാം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് അവിടെ എത്താനായിട്ട് ധനമൊക്കെ ചിലവാക്കിയിട്ട് യാഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നിട്ട് യാഗത്തിൽ എന്തെങ്കിലും പിഴ വന്നാലോ ആ ധനമൊക്കെ നഷ്ടാവുകയും ചെയ്യും, സ്വർഗത്തിലൊക്കെ എത്താൻ സാധിക്കില്ല. ത്രിശങ്കുവിനെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വിശ്വാമിത്രൻ തൻ്റെ തപസ് മുഴുവനെ ചിലവാക്കി. എന്നിട്ടും ത്രിശങ്കു സ്വർഗം എന്ന് വേറൊന്നും ഉണ്ടാക്കേണ്ടി വന്നു. പിന്നീട് ഇന്ദ്രൻ പേടിച്ചപ്പോഴാണ് ഇന്ദ്രൻ്റേതായിട്ടുള്ള ആ കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭഗവതിയുടെയും ഭഗവാന്റെയും മഹാദേവൻ്റെയും അനുഗ്രഹം കൊണ്ട് ത്രിശങ്കുവിന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ശരീരത്തെ കൊടുത്ത് ആ ത്രിശങ്കു സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ യാഗം ചെയ്തിട്ടും കർമ്മം ചെയ്തിട്ടും ധനം മുഴുവൻ തീരുമ്പോൾ സ്വർഗമൊട്ട് കിട്ടൂല. ഇവിടെ സുഖിക്കാനുള്ള ധനമൊക്കെ അങ്ങനെ നഷ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇന്ദ്രിയ സുഖമില്ല, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തൂല. ഈ കച്ചവടക്കാരൻ്റെ കയ്യിൽ ധനം പോയ മട്ടാവില്ലേ, അതുവരെ ചെയ്ത കച്ചവടത്തിൻ്റെ ലാഭമൊക്കെ അതിലിട്ടേ അതും പോയി. അപ്പോൾ ജീവിതം നഷ്ടമായില്ലേ. രജസത്വതമോനിഷ്ഠ രജ സത്വതമോ ജുഷ ഉപാസത ഇന്ദ്രമുഖ്യാൻ ദേവാദീന്ന തഥൈവമാം. മനുഷ്യർ ഈ സാത്വിക ഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇത് മുഗ്ഗുണം ഉള്ളവരാണ്. ആ മുഗ്ഗുണമുള്ള ദേവന്മാരെ ഭജിച്ചാൽ അവർ ആ ഗുണത്തിനനുസരിച്ചല്ലേ നമുക്കും അനുഭവം തരിക, വരം തരിക. അങ്ങനെ കിട്ടിയിട്ട് എന്താ ഒരു കാര്യം? ഗുണാതീതനായിരിക്കുള്ള ഭഗവാനെ എന്നെയല്ലേ പൂജിക്കേണ്ടത്, എന്താ അവർ മനസ്സിലാക്കാത്തതെന്നാ. ഇഷ്ട്വേഹ ദേവതാ യജ്ഞർഗത്വാ രംസ്യാമഹേ ദിവി തസ്യാന്തൈഹ ഭൂയാസ്മ മഹാശാല മഹാകുല. ഈ ലോകത്തിലിരുന്നിട്ട് യാഗങ്ങൾ നടത്തിയിട്ട് ഇന്ദ്രാദി ദേവന്മാരെ പൂജിച്ചിട്ട് സ്വർഗത്തിൽ ചെന്ന് ഞങ്ങൾ രമിക്കും. ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് ധനമൊക്കെ ചിലവാക്കണത്, യാഗമൊക്കെ ചെയ്യണതേ. എന്നിട്ടോ അത് പുണ്യം കഴിഞ്ഞാൽ എന്താ ചെയ്യുക? വീണ്ടും ഭൂമിയിലേക്ക് തന്നെ വരില്ലേ? മനുഷ്യജന്മം എന്ത് ജന്മം നിശ്ചയില്ല. ആ കുലത്തിൽ, വലിയ കുലത്തിൽ ധനികനായിട്ട് വലിയ വിദ്യവാനായിട്ട് കഴിയും എന്നൊക്കെ മോഹിക്കുകയാണ്. ചിലപ്പോൾ തരാവും ചെയ്യും, ഇല്ലയെന്ന് പറയണില്ല. പക്ഷേ സംസാരം തീരണില്ല. കാരണം ഈ കർമ്മത്തിനൊക്കെ ഫലം ഉണ്ടാവുകൊണ്ട് തിരിച്ച് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഏവം പുഷ്പിതയാ വാച വ്യാക്ഷിപ്ത മനസാം നൃണാം മാനിനാം ച അതിസ്തബ്ധാനാം മദ്വാർത്ത അഭി നരോചതേ. ഇങ്ങനെ വേദത്തിലുള്ള പുഷ്പതുല്യമായിട്ടുള്ള ഫലങ്ങളെ കേട്ടുകൊണ്ട് ആ വാക്കുകൾ വിശ്വസിച്ച് സ്വർഗത്തിൽ കിട്ടുന്ന സുഖങ്ങളെപ്പറ്റി ചിന്തിച്ച് മനസ്സ് ഇളകി ദേഹാത്മഭാവത്തെ വഹിച്ച് അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്ന കർമാത്മാക്കൾക്ക്, കർമ്മഠന്മാർക്ക്, ഇപ്പോൾ യജ്ഞപത്നി ഈ കംസനെ പേടിച്ചിട്ട് ഭഗവാനെ കാണാൻ ചെല്ലാത്ത ബ്രാഹ്മണരില്ലേ, അങ്കിരസ ഗോത്രക്കാർ, അതേപോലെ പരമസുഖപ്രദമായിട്ടുള്ള മുക്തിപ്രദമായിട്ടുള്ള ഭഗവാന്റെ കഥകൾ കേൾക്കാനോ ഭഗവാനെ കാണാനോ ഭാഗവതം വായിക്കാനോ താല്പര്യമില്ലാണ്ട് വരണു. ജീവിതം തന്നെ നഷ്ടമാണെന്നർത്ഥം. വേദ ബ്രഹ്മാത്മവിഷയാ ത്രികാണ്ഡവിഷയായി മേ പരോക്ഷവാദ ഋഷയ പരോക്ഷമമ ച പ്രിയം. സോ അതിന് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചധികം വിശദീകരിച്ചാണ് പറയുന്നത്.
വേദത്തിൻ്റെ കർമ്മകാന്ഡം, ദേവതാകാന്ഡം, ബ്രഹ്മകാന്ഡം എന്ന 3 കാണ്ഡങ്ങൾ. കർമ്മകാന്ഡം എന്നുള്ളത് കർമ്മത്തെ ചെയ്യുക ഒന്നും അറിയാതെ കണ്ട് അവനവൻ്റെ കുലധർമ്മത്തിനനുസരിച്ച്. ദേവതാകാന്ഡം എന്നുള്ളത് യാഗ പൂജാതി കാര്യങ്ങളൊക്കെ ദേവതാകാന്ഡമായിട്ടാണ് വരിക. വേദം, അതിൻ്റെ പ്രയോഗങ്ങൾ മറ്റ് പലതുമുണ്ട്. ബ്രഹ്മകാന്ഡം എന്നുള്ളത് ജ്ഞാനകാന്ഡമാണ്. അപ്പോൾ ഇത് 3ഉം ബ്രഹ്മചൈതന്യം ഒന്നു മാത്രമാണ് എന്ന് പറയുന്നതാണ് എങ്കിലും സകല ചരാചരങ്ങൾക്കും ആത്മാവായിരിക്കുന്ന ഈ ഭഗവാൻ അന്യമായിട്ട് വേറൊന്നുമില്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരികയാണ്. 3 കാണ്ഡത്തിലും ഒരേപോലെയാണ്. പക്ഷേ 3 തരത്തിലാണ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഋഷികൾ അസ്പഷ്ടമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വിഷയത്തിൽ വിരക്തി വരാത്ത കർമ്മികൾക്ക് ഇത് അസ്പഷ്ടമായി കർമ്മകാന്ഡം ചെയ്യും. എന്നാൽ വിരക്തി വന്നവരായിട്ടുള്ള മുനികൾക്ക് ഇത് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അവർ ജ്ഞാനമാർഗമായിട്ടും ചെയ്യും. ഇത്രയേ വ്യത്യാസമുള്ളൂ. ദേവതാകാന്ഡത്തിൽ കർമ്മയോഗമായിട്ട് അത് ചെയ്യും. അപ്പോൾ ഭഗവത് സമർപ്പിതമായിട്ട് ഇന്ദ്രനായിട്ട് വരുന്നത് ഭഗവാനാണ്. ഞാൻ ഈ ഹോതാവായിട്ടിരിക്കുന്ന ഞാൻ, യജമാനായിട്ടിരിക്കുന്ന ഞാൻ ഭഗവാനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് കർമ്മയോഗമായി, അതുകൊണ്ട് തന്നെ മുക്തി കിട്ടുകയും ചെയ്യും. ശബ്ദബ്രഹ്മ സുദുർബോധം പ്രാണേന്ദ്രിയ മനോമയം അനന്തപാരം ഗംഭീരം ദുർവിഗാഹ്യം സമുദ്രവത്. ബ്രഹ്മം ശബ്ദരൂപത്തിലാണ്. അതുകൊണ്ട് ഓങ്കാരം വേദാർത്ഥം ശരിയായിട്ട് അറിയാൻ ഏറ്റവും പ്രയാസമാണ്. വേദത്തെ ശബ്ദമെന്നും ബ്രഹ്മമെന്നും ശബ്ദബ്രഹ്മമെന്നും ഓങ്കാരം എന്ന് വിളിക്കുകയാണ്. പ്രാണൻ, ഇന്ദ്രിയം, മനോമയം, ഈ 3 രൂപത്തിലിരിക്കുന്ന ബ്രഹ്മം അത് സമുദ്രം പോലെ അനന്തമാണ്, അപാരമാണ്, അഗാധമാണ്. ആർക്കും പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ ദുർഗ്രാഹ്യമാണ്. 10 പ്രാണങ്ങൾ, 10 ഇന്ദ്രിയങ്ങൾ, 5 മനോമയങ്ങൾ എന്നുവെച്ചാൽ അന്നമയം, പ്രാണമയം, കോശങ്ങൾ. അന്നമയം, പ്രാണമയം, മനോമയം, ജ്ഞാനമയം, ആനന്ദമയം, ഇങ്ങനെ 5 കോശങ്ങൾ. അപ്പോൾ ഈ 25 എണ്ണം അത് മുഴുവൻ മനസ്സിലാക്കുക എന്നുള്ള അത്ര എളുപ്പമല്ല. അതാണ് അത് സമുദ്രത്തെ പോലെ അഗാധമാണ് എന്ന് പറഞ്ഞത്. മയോപ്യബ്രംഹിതം ഭൂംന ബ്രഹ്മണ അനന്തശക്തിന ഭൂതേഷു ഘോഷരൂപേണ വിശേഷു ഉർണേവ ലക്ഷ്യതേ. ബ്രഹ്മമാകുന്ന ഞാൻ എല്ലാ ഭൂതങ്ങളിലും അന്തര്യാമിയായിട്ട്, സാക്ഷിയായിട്ട്, മറയ്ക്കപ്പെടാൻ കഴിയാതെ കണ്ടായിട്ട്, അപരിച്ഛിന്നനായിട്ട്, വികാരരഹിതനായിട്ട്, ഒന്നിലും ചേരാതെ കണ്ട് അനന്തമായിട്ടുള്ള ശക്തിയോട് കൂടിയിട്ട് ഈ എന്നെ അറിയില്ല, എൻ്റെ ശക്തി എത്രയാണെന്ന് അറിയില്ല, എന്നെ മറയ്ക്കാനും കഴിയില്ല. അങ്ങനെ താമര വലയത്തിൽ നൂല് എന്ന പോലെ ഞാൻ ഈ നാദരൂപത്തിൽ ഓങ്കാരമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ എനിക്കെല്ലാം കാണാൻ സാധിക്കും. അന്തർദർശന ശക്തിയുള്ളതായിട്ടുള്ള ഈ മരങ്ങളെ പോലെ യോഗികൾ അവർ എന്നെ കാണുന്നു, അറിയണു, തിരിച്ചറിയണു. ഏത് രൂപത്തിൽ? ഈ നാദരൂപത്തിൽ എന്നെ അറിയണു. അതുകൊണ്ട് വേദങ്ങളൊക്കെ സ്വതേ സ്വരം പ്രധാനമാണ്. ഒരു സൂക്തം ചെല്ലുമ്പോൾ സ്വരിച്ച് ചെല്ലുമ്പോൾ അതിലൊരു ഭംഗി. കാരണം അതിൽ വേദം സ്വരരൂപത്തിൽ ഭഗവാനായിരിക്കണത്, അതുകൊണ്ടാണ്. അപ്പം അതിന് കേൾക്കുമ്പോൾ തന്നെ സുഖം. യഥോർണനാഭിർഹൃദയാദൂർണാമുദ്വമതേ മുഖാത് ആകാശാൽ ഘോഷവാൻ പ്രാണോ മനസാ സ്പർശരൂപിണ. 8 കാലിൽ തൻ്റെ മുഖത്ത് നിന്ന് അതിസൂക്ഷ്മമായിട്ടുള്ള നൂല് പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു വലയൊക്കെ കെട്ടി അതിനുള്ളിലിരിക്കുന്നത് പോലെ ഈ നാദരൂപമായിട്ടുള്ള ഈ പ്രാണൻ ആകാശത്ത് നിന്ന് സ്പർശരൂപമായിട്ടുള്ള മനസ്സിൽ കൂടി വൈഖരി എന്ന ശബ്ദങ്ങളെ, വാക്കുകളെ സൃഷ്ടിക്കുകയാണ്. പ്രാണനാകുന്ന ഉപാധിയിൽ കൂടി അനുഭവപ്പെടുന്നതായിട്ടുള്ള സമഷ്ടി ചൈതന്യമാണ് ഹിരണ്യഗർഭൻ. ഹിരണ്യഗർഭനായിട്ടുള്ള ആ ഭഗവാൻ നാദരൂപമായിട്ട് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ശബ്ദത്തിൻ്റെ അടിസ്ഥാനം ആകാശഭൂതമാണ്. ശബ്ദത്തിനൊരു പ്രത്യേകതയുണ്ട്, അതൊരു നിൽപ്പ് ഇല്ല, അതെപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കും. ശബ്ദമുണ്ടാവണമെങ്കിൽ ചലനം നിർബന്ധമാണ്. അതിനെയാണ് ഹൃദയാകാശമെന്ന ഈ ശബ്ദം ഇരിക്കുന്നത് ആ സ്ഥലത്തെ. ഈ ഹൃദയ ആകാശത്തിൽ ഉണ്ടാകുന്ന ചലനമാണ് മനസ്സ്. അപ്പോൾ ഓങ്കാരം എന്നുള്ളത് ശബ്ദമാണ്, ആ ശബ്ദം മനസ്സാണ്, ആ മനസ്സ് ചഞ്ചലമാണ്.
എന്തുകൊണ്ട് മനസ്സ് ചഞ്ചലമാകുന്നു? കാരണം ഇത് ശബ്ദവത് ആണ്. നമുക്ക് ചെവിയൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഒരു ഹമ്മിങ് കേൾക്കാൻ സാധിക്കും. ഈ ഹമ്മിങ് മനസ്സിൽ നിന്ന് ഓങ്കാരം നാദം ആയിട്ടാണ്. ഈ ഓങ്കാരം എല്ലാ ദിക്കിലും സർവ്വവ്യാപിയാണ്. ആ ശബ്ദബ്രഹ്മമാകുന്ന ചൈതന്യം വാക്കുകളെ സൃഷ്ടിക്കുന്നു. അതിൽ നിന്നാണ് വാക്കുകൾ ഉണ്ടായത്. പരാപശ്യന്തി മധ്യമ വൈഖരി. ഈ ശബ്ദം ഒടുക്കത്തെയാണ്. ആ ശബ്ദമാണ് വാഗീന്ദ്രിയയിൽ കൂടിയിട്ട് വാക്കുകളായിട്ട് പുറത്തേക്ക് വരുന്നതും അത് ചെവികളിലൂടെ കേൾക്കുന്നതും. അതാണ് അക്ഷരങ്ങളായിട്ട് നാശമില്ലാതെ കണ്ട് അക്ഷരബ്രഹ്മം എന്ന രീതിയിൽ ഓങ്കാരമായിട്ടും, അതേപോലെ 16 സ്വരങ്ങൾ, അതേപോലെ 25 സ്പർശാക്ഷരങ്ങൾ, ലബന്ധങ്ങൾ, ഹലന്തങ്ങൾ, അങ്ങനെ 4 4 8 ഇങ്ങനെ 25 8 33 16 49 അക്ഷരങ്ങളായിട്ട് വരണത് എന്നർത്ഥം. പിന്നെ കൂട്ടക്ഷരങ്ങളായിട്ട് ക്ഷത്രജ്ഞ, ക്ഷതാത് ത്രായതേ ഇതി. ജ്ഞാനം കൊണ്ടാണ് ഈ നാശത്തിൽ നിന്നും ഭഗവാന്റെ രൂപത്തിൽ വന്ന് രക്ഷിക്കുന്നത് എന്നാണ് ക്ഷതാത് ത്രായതേ. അത് എന്തുകൊണ്ട്? ജ്ഞാനം, ജ്ഞാനാത്. ക്ഷതാത് ത്രായതേ ജ്ഞാനാത്. ക്ഷതാത് ത്രായതേ ജ്ഞാനാത്, ക്ഷത്രജ്ഞ. അതാണ്. അപ്പം അങ്ങനെയുള്ള ഈ ഭഗവാനാണ് അക്ഷരങ്ങളായിട്ട് നമുക്ക്, സ്വരങ്ങളായിട്ട് നമുക്ക് വേദങ്ങളിലൂടെ ഈ ശബ്ദബ്രഹ്മമായ ഓങ്കാരത്തിൽ നിന്നും പുറത്തേക്ക് വന്നത് എന്ന് സാരം. ഛന്ദോമയോ അമൃതമയ സഹസ്രപദവീം പ്രഭു ഓങ്കാരാത് വ്യഞ്ജിത സ്പർശസ്വരോഷ്മാന്തസ്ഥഭൂഷിതാം. ഛന്ദോമയൻ വേദസ്വരൂപൻ, അമൃതമയൻ മോക്ഷസ്വരൂപൻ, മഹാപ്രഭുവായിട്ടുള്ള ആ ഓങ്കാരനാദത്തിൽ നിന്ന് എല്ലാ അക്ഷരങ്ങളും അതിലൂടെ വാക്കുകളുണ്ടായി. ഓങ്കാരമാണ് നാദബ്രഹ്മത്തിൻ്റെ ആദ്യ വ്യക്തി. ആദ്യ വ്യക്തി വെച്ചാൽ ഓങ്കാരം എന്നുള്ളത് ഒരു വ്യഷ്ടി പോലെ എന്ന് സാരം. എന്നാൽ സർവ്വവ്യാപിയാണ്, സമഷ്ടിയാണ്. ഇനി സകല മന്ത്രങ്ങളുടെയും മൂലാക്ഷരമാണ് ഈ ഓങ്കാരം. അതിൽ നിന്ന് പിന്നെ അകാരാദികളായിട്ടുള്ള 16 സ്വരങ്ങൾ, മകാരാദി ക മുതൽ മ വരെയുള്ള 25 സ്പർശാക്ഷരങ്ങൾ, ശാഷ സഹ എന്ന 4 ഊഷ്മാക്കൾ, യ ര ല വ എന്ന അന്തസ്ഥങ്ങൾ 4 ഇങ്ങനെ അനേകായിരം മാർഗങ്ങളായിട്ട് ഈ ശബ്ദം പല വാക്കുകളായിട്ട്, ഡിക്ഷണറിയിലൊക്കെ എത്ര വാക്കുകളാണ് പറയാൻ പറ്റുമോ? അതിന് എന്തെല്ലാം അർത്ഥങ്ങളാണ്? ആ വാക്കുകളെ കൊണ്ട് ഹിരണ്യഗർഭനായിട്ടുള്ള ഭഗവാൻ ഈ നാരായണനെ സൃഷ്ടിച്ചു. അതാണ് വിചിത്രഭാഷാവിദതാം ഛന്ദോഭിശ്ചതുരുത്തരൈഃ അനന്തപാരാം ബൃഹതിം സൃജത്യ അക്ഷിപതേ സ്വയം. വൈദികം ലൗകികം എന്നിങ്ങനെ 2 നാനാവിധ ഭേദങ്ങളോട് കൂടിയ, അത് ക്രമേണയായിട്ട് 14 അക്ഷരങ്ങളുടെ അഭിവൃദ്ധിയോടുകൂടിയ ഛന്ദസ്സുകളിൽ കൂടി നാനാവിധ ഭാഷകളായിട്ട് വിസ്താരത്തെ പ്രാപിച്ചു. അനന്താണ്, അപാരമാണ്, സ്ഥൂലമാണ്. ആ വാക്കിനെ താൻ തന്നെ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു ഭഗവാൻ. അതായത് ഈ പരാപശ്യന്തി മധ്യമ വൈഖരി, ഈ വാക്കിനെ ഭഗവാൻ തന്നെയാണ് ഛന്ദസ്സുകളിലൂടെ, അത് ഇന്ന രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ ഫലം കിട്ടും. ഛന്ദസ്സുകൾ 7 സാധാരണ പറയാം. 14 ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗായത്രി, ഉഷ്ണിക്ക്, അനുഷ്ടുപ്പ്, ബൃഹതി, പങ്ക്തി, ത്രിഷ്ടുപ്പ്, ജഗതി, ഇങ്ങനെ 7 ഛന്ദസ്. പിന്നെ അതി കൂട്ടിച്ചേർത്തിട്ട് അതിഛന്ദസ്, അത്യഷ്ടി, അതിജഗതി, അതിവിരാട്ട്, അതിധൃതി, ധൃതി, അതിധൃതി, അതിശക്വരി, ശക്വരി, അതിജഗതി, ശക്വരി, അതിജഗതി, ശക്വരി, അതിശക്വരി, അഷ്ടി, അത്യഷ്ടി, ധൃതി, അതിധൃതി, ഇങ്ങനെ 7 ഛന്ദസ്സുകൾ വേറെ. ഇപ്പോൾ പിന്നെയുണ്ട് നിജൃ ഗായത്രി ഛന്ദ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയുണ്ട്. ഛന്ദസ്സുകൾ കുറേ ഉണ്ട്. അത് തന്ത്രസമുച്ചയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സപരിവാര പൂജകളിൽ ഓരോ പൂജകൾക്കുണ്ടാകുന്ന ഓരോ മൂലമന്ത്രങ്ങൾ, ഓരോ ദേവതകൾക്ക് കൊടുക്കുന്ന പൂജകൾക്ക് അവിടെ മൂലമന്ത്രത്തിന് ഛന്ദസ് ഉണ്ടാവും. അത് നോക്കിയാൽ തന്നെ ഒരുപാട് ഛന്ദസ്സുകൾ നമുക്ക് വേറെയും കിട്ടും, ഇതല്ലാതെ കണ്ടതെന്ന് സാരം. ഗായത്രി, ഉഷ്ണിക്, അനുഷ്ടുപ്ച, ബൃഹതി, പങ്ക്തിരേവച, ത്രിഷ്ടുപ്, ബൃഹത്യതിച്ഛന്ദോ ഹി അത്യഷ്ടി അതിജഗൽ വിരാട്. അപ്പോൾ ഇതിൽ
24 അക്ഷരങ്ങളോട് കൂടിയ ഗായത്രി, 28 അക്ഷരമുള്ള ഉഷ്ണിക്ക്, 32 അക്ഷരമുള്ള അനുഷ്ടുപ്പ്, അതിനുശേഷം 36 അക്ഷരമുള്ള ബൃഹതി, 40 അക്ഷരമുള്ള പങ്ക്തി, 44 അക്ഷരമുള്ള തൃഷ്ടുപ്പ്, 48 അക്ഷരമുള്ള ജഗതി, പിന്നെ 52 അക്ഷരമുള്ള അതിജഗതി, 56 അക്ഷരമുള്ള ശക്വരി, 60 അക്ഷരമുള്ള അതിശക്വരി, 64 അക്ഷരമുള്ള അഷ്ടി, 68 അക്ഷരമുള്ള അത്യഷ്ടി, 72 അക്ഷരമുള്ള ധൃതി, 76 അക്ഷരമുള്ള അതിധൃതി, ഇങ്ങനെയൊക്കെ ഛന്ദസ്സുകൾ. അതൊക്കെ ഇങ്ങോട്ട് ചുരുക്കാനും സാധിക്കും. 24 ഇൻറ്റു അല്ലെങ്കിൽ 4ൻ്റെ ഗുണിതങ്ങളായിട്ട് കണക്കാക്കാം. അങ്ങനെയാണ്. ഇനി ഇതിൻ്റെ അര ആയിട്ടുണ്ട്, പകുതിയായിട്ട് അങ്ങനെയുണ്ട്. അപ്പോൾ ഗായത്രിയുടെ അര അങ്ങനെയൊക്കെ ഉണ്ടാവും, പങ്ക്തിയുടെ അര അങ്ങനെയല്ലേ. 40 ആകുമ്പോൾ 42, 44 ആകുമ്പോൾ 46 അങ്ങനെയല്ലേ. കിം വിധത്തെ കിമാചഷ്ടേ കിമനൂദ്യ വികൽപ്പയേത് ഇത്യസ്യ ഹൃദയം ലോകേ നാന്യോ മത് വേദ കശ്ചന. കർമ്മകാണ്ഡത്തിലുള്ള വിധിവാക്യങ്ങൾ കൊണ്ട് വാഗ്രൂപമായിരിക്കുന്ന ഈ വേദസ്വരൂപമായ ഞാൻ എന്ത് ചെയ്യണു? വേദകാണ്ഡത്തിലുള്ള മന്ത്രവാക്യങ്ങൾ കൊണ്ട് എന്തിനെ പ്രകാശിപ്പിക്കുന്നു? ജ്ഞാനകാണ്ഡത്തിൽ എന്തിനെ ഉദ്ദേശിച്ച് വികൽപ്പം അല്ലെങ്കിൽ നിഷേധ അർത്ഥം, അതോടെ വികല്പം എന്നുള്ളത് പ്രത്യേകം കാണുകയാണ്, അതിനെ നിഷേധിക്കുക. ഇങ്ങനെ ഈ വാക്കുകളുടെ എല്ലാം ഹൃദയം, ആന്തരാർത്ഥം ഈ ലോകത്തിൽ എന്നെ കൂടാതെ മറ്റാർക്കും അറിയുകയില്ല. ഇതും നമ്മൾ മനസ്സിലാക്കണമെന്ന, ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന്. മാം വിധത്തെ അഭിധത്തെ മാം വികൽപ്യ അബോഹ്യതേ ത്വഹം ഏതാവാൻ സർവവേദ അർത്ഥ ശബ്ദ ആസ്ഥായ മാം ഭിദാം മായാമാത്രമനൂദ്യ അന്തേ പ്രതിഷിധ്യ പ്രസീദതി. കർമ്മകാണ്ഡത്തിൽ യജ്ഞസ്വരൂപനായിട്ട് എന്നെ കൽപ്പിക്കുന്നു ഭഗവാൻ. ദേവതാകാണ്ഡത്തിൽ ഭജിക്കേണ്ടതായിട്ടുള്ള ദേവനായിട്ട് എന്നെ പറയണു, രണ്ടാമത്തെ കാണ്ഡം. ജ്ഞാനകാണ്ഡമായിട്ടുള്ള എന്നെ നിഷേധിക്കുകയാണ്. കാരണം ഇതല്ല, ഇതുമല്ല. എന്നാലോ ഇതുമാണ്. ഇതാണ് നിഷേധം. അതായത് സർവവും ഭഗവാനിൽ നിന്നുണ്ടായി, ഭഗവാനല്ലാതെ കണ്ട് മറ്റൊന്നുമില്ല എന്ന നിഷേധവാക്യത്തിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരാം. ഭഗവാനെ ആശ്രയിച്ചിട്ടുള്ളതാണ് വേദം, ഭഗവാനിൽ നിന്നും വന്നതാണ്. ഭഗവാനെ കൂടാതെ കണ്ട് ബാക്കിയുള്ളതെല്ലാം മിഥ്യയാണ്, മായയാണ്, പ്രാകൃതമാണ്. ഇത് കാണിക്കുക. അതെല്ലാം അസത്യമാണ്. ഏറ്റവും ഒടുക്കം അദൃശ്യമായിട്ട് അവ്യവഹാരമായിട്ട് വിളങ്ങുന്നതായിട്ടുള്ള ഒരേ ഒരു ബ്രഹ്മചൈതന്യം മാത്രം സത്യം. ഇത് നിശ്ചയിച്ചിട്ട് ഞാൻ മാത്രം സർവാത്മാവായിരിക്കുന്നു, ഭഗവാൻ മാത്രം സർവാത്മാവായിരിക്കുന്നു. ഈ അനുഭവം എപ്പോഴാണോ നമുക്ക് കിട്ടുന്നത് അപ്പോഴേ ഭഗവാന്റെ പ്രസാദം നമുക്ക് കിട്ടി എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഇതാണ് വേദസാരം. എല്ലാ വേദങ്ങളുടെയും സാരമായിട്ടാണ് ഇതിനെ പറയുക. അപ്പോൾ ഇങ്ങനെ 18ാമത്തെ ശ്ലോകം മുതൽ 43ാമത്തെ ശ്ലോകം വരെ മുക്തി മാർഗത്തെയാണ് ഭഗവാൻ പറഞ്ഞത്. ശുദ്ധി കിട്ടിയതിൻ്റെ ശേഷമാണല്ലോ മുക്തി കിട്ടുക. 21ാമത്തെ അധ്യായത്തിൽ, ഏകാദശത്തിലെ 21ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 17 ശ്ലോകങ്ങളെ കൊണ്ട് ശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു. പിന്നീടുള്ള ശ്ലോകങ്ങളെ കൊണ്ട് 18 മുതൽ 43 ശ്ലോകങ്ങളെ കൊണ്ട് മുക്തി മാർഗത്തെ പറഞ്ഞു. യഥാർത്ഥത്തിലുള്ള മുക്തി എന്താണ്? ഭഗവാനെ അറിയലാണ് എന്ന പ്രകാരം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് പിന്നീട് പറയാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഞാൻ വടശ്ശേരി ഹരിനമ്പൂതിരി.